ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ആക്ച്വലി 2025 കുറിച്ച് എൻ്റെ ആവല്ലേ, ഇന്ന് 30 ആൻഡ് 31 2 ദിവസമുള്ളൂ നമുക്ക്. അപ്പോൾ ഈ വർഷം നടന്ന കുറേ കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ നടന്ന എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, സ്റ്റോറി ഇടുമോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ മെയിനായി ചെയ്യുന്നത് 2026 എൻഡാണ് സമയത്ത് എനിക്ക് ഈ വർഷം എന്തൊക്കെ അനുഭവങ്ങൾ കിട്ടിയെന്നുള്ളത്, കഴിഞ്ഞ വർഷം എനിക്ക് എന്തൊക്കെ അനുഭവം കിട്ടിയെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 2025 കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒരുപാട് അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയ ഒരു വർഷമായിരുന്നു ഈ വർഷം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു വർഷത്തിൽ എൻ്റെ കുറേ കാര്യങ്ങൾ തിരുത്താൻ പറ്റിയെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. തിരുത്താൻ പറ്റി. എനിക്ക് പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ നടന്നിരുന്നു. സോ അത് എനിക്ക് ഈ വർഷം തിരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും ആരൊക്കെ നിൽക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയൊരു വർഷം. ആൻഡ് വാല്യൂ ഓഫ് മണിയാ ഗൈസ്. ഈ വർഷം ഞാൻ പഠിച്ചൊരു കാര്യം, പൈസ ഇല്ലെങ്കിൽ ഒന്നുമല്ല ഗൈസ്. ഞാൻ എൻ്റെ ഒരു ഇതിലാണ് കേട്ടോ, പൈസ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഈ കാലത്ത് പൈസ വേണം എന്തിനും. പൈസേൻ്റെ വാല്യൂവിനെ കുറിച്ച് ഞാൻ പഠിച്ചു ഈ വർഷം. ആൻഡ് നമ്മുടെ കൂടെ നമ്മളിപ്പോൾ സ്കൂളിലും കോളേജിലും കാണുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ഒരിക്കലും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ, അത് നമ്മുടെ കൂടെ അവരൊക്കെ വരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഗൈസ്. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ കോളേജിൽ എനിക്ക് എത്ര ഗ്യാങ് ഉണ്ടായിരുന്നു, സ്കൂളിൽ എത്ര ഗ്യാങ് ഉണ്ടായിരുന്നു, അവരാരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒറ്റൊരാളില്ല. സോ ഒരാളും ഇല്ല എന്നല്ല, 1-2 ആൾക്കാരുണ്ട്, ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഞാൻ അവരെ ഇല്ല എന്ന് പറയണില്ല. പക്ഷേ നമ്മളെ കൊണ്ട് നടന്ന ആൾക്കാരില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ലൈഫിൽ. ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം, മേ ബി റിലേഷനായിട്ടായിരിക്കാം, സോ വാട്ടെവർ. സോ നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആർക്കും കൂടുതൽ വാല്യൂ കൊടുക്കാതിരിക്കുക, പെട്ടെന്ന് വാല്യൂ കൊടുക്കാതിരിക്കുക. നമ്മളൊരാളെ കണ്ടു അപ്പോൾ തന്നെ അവരാണ് നമ്മുടെ എല്ലാം. നോ, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ അവരുടെ കൂടെ കുറേ ട്രാവൽ ചെയ്ത് കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം അവരുടെ നമ്മൾ വാല്യൂ എടുത്താൽ മതി. അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി അവരെ വാല്യൂ എടുത്ത് തലയിൽ കയറ്റി വെച്ച് പിന്നെ അവർ വിട്ടിട്ട് പോകുമ്പോൾ മൂങ്ങുക. ഈ വർഷം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. 45% ഞാൻ കരച്ചിലായിരുന്നു ഈ വർഷം. കുറേ ഉറക്കമൊഴിച്ചിരുന്നു, കുറേ കരഞ്ഞു, ഒരുപാട് ഒറ്റപ്പെട്ടു. അതായത് എല്ലാം കൊണ്ടും എനിക്കൊരു സങ്കടം പറയാൻ കൂടെ എനിക്ക് അങ്ങനെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ആൻഡ് കുറേ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി എനിക്ക്. അതായത് അവരൊക്കെ എങ്ങനെയാണ്, നമ്മൾ വിചാരിച്ച ആൾക്കാർ അല്ലല്ലോ, ഇവർ വേറെയാണല്ലോ, അങ്ങനെയൊക്കെ തോന്നി. ആൻഡ് പിന്നെ മെയിനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു. അതായത് ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ ഒരു ക്യാരക്ടർ എല്ലാവർക്കും പെട്ടെന്ന് സെറ്റായി പോകുന്നൊരു ക്യാരക്ടറല്ല. ഞാൻ എപ്പോഴും ഒരു സർക്കിളിൽ ഉള്ള ഒരാളാണ്. എനിക്ക് എപ്പോഴും 2-3 ഫ്രണ്ട്സ് എൻ്റെ ചുറ്റും വേണം, എന്നാലും ഞാൻ അവിടെ ഒക്കെ ആവുള്ളൂ. എന്നാലും എനിക്കൊരു കംഫർട്ടബിൾ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് നിൽക്കണം, എവിടെ പോയാലും ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചു. ഇപ്പോൾ എവിടെ പോകാനും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറഞ്ഞാലും ഞാൻ പോവും. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ആരുടെ വേണമെങ്കിലും പോയി സംസാരിക്കും. ഞാൻ എന്താ പറയുക, ഈ വർഷം എന്നെക്കൊണ്ട് എൻ്റെ ഒരു ഉള്ളിലൊരു പേടിയുണ്ട് എല്ലാത്തിനും. ഇത് ചെയ്താൽ ശരിയാവോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ഇതാക്കും, നമ്മളെന്തെങ്കിലും പറയുമോ, നമ്മൾ അവരുടെ മുന്നിൽ ചമ്മി പോവോ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആരോട് വേണമെങ്കിൽ പോയി മിണ്ടാ, മറ്റുള്ളവർ എന്ത് വിചാരിച്ചാൽ നമുക്കെന്താ, നമ്മളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം അല്ലേ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മാറ്റമുണ്ട്. സ്ട്രോങ് ആയി ബോൾഡായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാളും ബെറ്റർ ആയെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഞാനിപ്പോൾ ഹാപ്പി ആണോ ചോദിച്ചാൽ അല്ല, പക്ഷേ എനിക്കൊരു സമാധാനമുണ്ട് മനസ്സിന്. അതാണല്ലോ ഏറ്റവും വലുത് നമ്മുടെ ലൈഫിൽ. സമാധാനത്തോടെയുള്ളൊരു തുടക്കമാവട്ടെ ഈ 2026 എന്ന് ഞാൻ വിചാരിക്കണു. ആൻഡ് അടുത്ത വർഷം 2-3 ദിവസമല്ലേ ഉള്ളൂ ഇനി. ഈ വർഷം തന്നെ പറയാം, ഈ വർഷം ഇനി നല്ലതാവട്ടെ. കുറേ കാര്യങ്ങൾ ഇനിയും അച്ചീവ് ചെയ്യണം. കുറേ കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അച്ചീവ് ചെയ്യാൻ അടുത്ത വർഷം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കാനുണ്ട്. അതിനൊരു സ്റ്റെപ്പ് ഞാൻ ഈ വർഷം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. അപ്പോൾ അവരോടൊക്കെ നന്ദി മാത്രം. ആൻഡ് മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്കുക.
മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാര്യം വിട്ട് നിങ്ങൾ ഒരുത്തനും വേണ്ടി നിൽക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കരയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നവരുണ്ടാവും, ഇല്ല എന്നല്ല, പക്ഷേ അവർക്ക് നമ്മൾ മനസ്സിലാവും, പക്ഷെ വേദന നമുക്ക് തന്നെയല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വാല്യൂ കൊടുത്തിട്ട് മതി വേറെ ആർക്കും, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേഷനുള്ള ആൾക്കാരായിക്കോട്ടെ, വാട്ടെവർ. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ഉള്ളൊരു സമയം നമ്മൾ നാളെ കാണാം എന്നുള്ള, ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ച് നേരം ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റില്ല, അതാണ് സിറ്റുവേഷൻ. സോ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നിങ്ങൾ ഉള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക, ട്രാവൽ ചെയ്യുക, കുറേ സ്ഥലത്തേക്ക് കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണുക. ആൻഡ് 26ാമത്തെ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക, കുറേ കാര്യങ്ങൾ നേടിയെടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കിട്ടുന്ന ഒരു ചെറിയ മൊമെൻറ്റ്സ് ആയാലും എൻജോയ് ചെയ്യുക. ഈ വർഷത്തിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ചെറിയൊരു ഫ്രീഡമൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ വർഷം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വർഷം ചെറിയ കാര്യങ്ങളെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അടുത്ത വർഷം ഇതിലും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആയിരിക്കട്ടെ. പിന്നെ എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫൈനലി 75K അടിക്കാനായിട്ടുണ്ട്, 75K റീച്ച് ആവാനായിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കുറേ നാട്ടിൽ നിന്നൊക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല. രാവിലെ എണീച്ചിട്ട് ബ്രഷ് ചെയ്തു, അങ്ങനെ വന്നിരുന്നാണ് ലിപ്സ്റ്റിക് ഇട്ടിട്ട്. അപ്പോൾ പോയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ബൈ ഗൈസ്.